കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 6 വ്യാഴാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈജിപ്തിലെ കൈറോയിൽ കഴിഞ്ഞ ദിവസം നടന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ ആൽ ഖലീഫ പങ്കെടുത്തു. ഫലസ്തീനിൽ സ്ഥിരസമാധാനം കൊണ്ടുവരണമെന്നും ദ്വിരാഷ്ട്ര പരിഹാരം അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ നിർമ്മിക്കണമെന്നും അടിയന്തര അറബ് ഉച്ചകോടിയിൽ രാജാവ് ഹമദ് ബിൻ ഈസ ആൽ ഖലീഫ ആവശ്യപ്പെട്ടു. പലസ്തീൻ ജനതയുടെ അവകാശത്തെ സംരക്ഷിക്കണമെന്നും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളെയും മറ്റു പ്രദേശത്തേക്കുള്ള കുടിയേറ്റത്തെയും നിരസിക്കുന്നതായും ഹമ്മദ് രാജാവ് വ്യക്തമാക്കി. ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതിയെ ഹമ്മദ് രാജാവ് ഉച്ചകോടിയിൽ പ്രശംസിച്ചു. $5300 കോടി മുടക്കി 5 വർഷം കൊണ്ട് ഗസ പുനർനിർമ്മിക്കുന്ന പദ്ധതിക്കാണ് ഈജിപ്ത് രൂപം നൽകിയത്. ഉച്ചകോടിയുടെ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അറബ് ഉച്ചകോടിയുടെ നിലവിലെ പ്രസിഡന്റായ ഹമ്മദ് രാജാവും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് LCCയും ചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചത്. യുദ്ധാനന്തര ഗാസയ്ക്കെതിരെ ട്രംപ് നടത്തിയ വിവാദ പരാമർശത്തെ സംയുക്തമായി എതിർക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹത്തിന് വിശ്വസനീയമായ ഒരു ബദൽ നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് അറബ് ലീഗിലെ 22 അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട അടിയന്തര ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഉച്ചകോടിക്കെത്തിയ അറബ് നേതാക്കൾക്ക് ഈജിപ്ത് പ്രസിഡന്റ് ഒരുക്കിയ ഇഫ്താർ വിരുന്നിലും ഹമ്മദ് രാജാവ് പങ്കെടുത്തു. പ്രതിശീർഷ വരുമാനത്തിന്റെ കണക്കുകൾ പ്രകാരം അറബ് രാജ്യങ്ങളിൽ മൂന്നാമത്തെ സമ്പന്ന രാജ്യമായി ബഹ്റൈൻ. യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക്സ് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റേൺ ഏഷ്യ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ബഹ്റിന്റെ ശ്രദ്ധേയമായ സാമ്പത്തിക മുന്നേറ്റം വിലയിരുത്തിയത്. കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ 26ാം സ്ഥാനത്താണ് രാജ്യം. ഖത്തറും UAEയുമാണ് യഥാക്രമം 1ഉം 2ഉം സ്ഥാനത്ത് തുടരുന്നത്. ഖത്തർ പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ മുന്നിലാണെങ്കിലും ആളുകൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും ഉപയോഗിക്കുന്ന സേവനങ്ങളുടെയും കണക്കുകൾ പ്രകാരം ബഹ്റിൻ ഖത്തറിനെ മുൻകടക്കുന്നുണ്ട്. ഇത് ബഹ്റിനിൽ താമസിക്കുന്നവരുടെ ഉയർന്ന ജീവിത നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബഹ്റിൻ സാമ്പത്തികമായി സ്ഥിരതയുള്ളതും വളർച്ച പ്രാപിക്കുന്നതും ഉയർന്ന പ്രതിശീർഷ വരുമാനവും മിതമായ ജീവിത ചെലവുമുള്ള രാജ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായി രാജ്യത്ത് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായ അൽ മുൻദിർ വിക്ഷേപിക്കാനൊരുങ്ങി ബഹ്റിൻ. രാജ്യത്തെ കാലാവസ്ഥ, പരിസ്ഥിതി, കര, കടൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഡാറ്റകളും വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉപഗ്രഹമാണ് അൽ മുൻദിർ. ഈ മാസം വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഉപഗ്രഹത്തിൽ ചിത്രങ്ങൾ പകർത്താൻ റെസല്യൂഷൻ ക്യാമറകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വായുവിന്റെ ഗുണനിലവാരം, അന്തരീക്ഷത്തിലെ എണ്ണച്ചോർച്ച, മേഘങ്ങളുടെ ചലനം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ അൽ മുൻദിർ ശേഖരിക്കുമെന്നും ഇത് കാലാവസ്ഥാ നിർണ്ണയത്തിന് പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രധാന ഹേതുവാകുമെന്നും നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി സീനിയർ എഞ്ചിനീയർ മുനീറ അൽ മൽക്കി പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു. 2022 രാജ്യം ആദ്യമായി വിക്ഷേപിച്ച ലൈറ്റ് 1ന്റെ വിജയത്തെ തുടർന്നാണ് അൽ മുൻദിർ പദ്ധതി ആവിഷ്കരിച്ചത്. റമദാനിലും പെരുന്നാളിനും ഓൺലൈനായി അബായ വാങ്ങിക്കുന്നവർക്ക് തട്ടിപ്പ് മുന്നറിയിപ്പുമായി അധികൃതർ. രാജ്യത്തെ സ്ത്രീ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ വീഴാതെ സൂക്ഷിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രലോഭനകരമായ വിലയ്ക്ക് വ്യാജമായ അബായകൾ വാഗ്ദാനം ചെയ്ത് ആളുകളെ വഞ്ചിക്കുന്ന തട്ടിപ്പുകാർ രംഗത്തുള്ളതായി അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സുരക്ഷാ ജനറൽ ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഓൺലൈനായി എന്തെങ്കിലും വാങ്ങുന്നതിനു മുമ്പ് വെബ്സൈറ്റിന്റെയോ വിൽപ്പനക്കാരന്റെ വിശ്വാസ്യത എപ്പോഴും പരിശോധിക്കണമെന്നും മുന്നേ ഇത്തരം ചതികളിൽപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കണമെന്നും വിശ്വസനീയമല്ലാത്തവർക്ക് മുൻകൂർ പണം നൽകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടുകയോ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ 992 എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റിനിലെ കാർ വിൽപ്പന രംഗത്ത് വൻ കുതിച്ചുചാട്ടവുമായി ചൈനീസ് കാറുകൾ. 2024 മാത്രം 5358 കാറുകളാണ് ബഹ്റിനിലെ നിരത്തുകളിൽ ഇറക്കിയത്. ഗൾഫ് രാജ്യങ്ങളിലാകെ 191,500 യൂണിറ്റ് കാറുകളാണ് ചൈന ഇറക്കുമതി ചെയ്തത്. അതിൽ 1,07,339 യൂണിറ്റുകളും സൗദിയിലാണ് ഇറക്കുമതി ചെയ്തത്. 40,735 UAEയിലും 19,024 കുവൈത്തിലും 11,100 ഖത്തറിലും 7,994 ഒമാനിലും എത്തി. ബഹ്റിൻ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ ചൈനീസ് നിർമ്മിത വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രവചിക്കുന്നത്. കുറഞ്ഞ വിലയും മികച്ച സർവീസും നൽകുന്നത് വിൽപ്പനയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നതായാണ് കണ്ടെത്തൽ. റമദാനോടനുബന്ധിച്ച് ബഹ്റിൻ OICC ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇഫ്താർ നാളെ കേരളീയ സമാജത്തിൽ സംഘടിപ്പിക്കും. ഇഫ്താർ വിരുന്നിൽ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി പങ്കെടുക്കും. എല്ലാ വർഷവും നടത്തിവരാറുള്ള ഇഫ്താർ വിരുന്ന് ഈ വർഷവും വിപുലമായ രീതിയിൽ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് OICC നടത്തിയിട്ടുള്ളത്. ബഹ്റിനിൽ വിവിധ സാമൂഹിക, സാംസ്കാരിക, മതസംഘടനകളുടെ നേതാക്കളും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവാസികളും ഇഫ്താറിൽ പങ്കെടുക്കുമെന്ന് OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ജനറൽ കൺവീനർ സയ്യിദ് MS എന്നിവർ അറിയിച്ചു.